ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള കട്ടിംഗ് ബോർഡിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ഏറ്റവും വേസ്റ്റ് ഏതാണെന്നത് കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനായിട്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് നോക്കാം. ഇത് കട്ടിംഗ് ബോർഡ് മാത്രമായിട്ടല്ല, ഇതിൻ്റെ കൂടെ ഒരു നൈഫ് സെറ്റും വരുന്നുണ്ട്. ഇത് നല്ലോണം ഒരു ഗ്ലോസി സർഫസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന സമയത്ത് അത് സ്ലിപ്പായി പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാനിത് 1 വർഷത്തിന് മേലെയായി വാങ്ങിച്ചിട്ട്. പക്ഷേ ഇതിൽ പാടുകളോ ഒന്നുമില്ല, കാരണം ഞാൻ അത്രയ്ക്കത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു നൈഫ് സെറ്റ് കേട്ടോ. അപ്പോൾ ഈ നൈഫ് സെറ്റ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന നൈഫാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെറ്റിൽ വരുന്ന സിസേഴ്സ് അത്ര നല്ലതല്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ള നൈഫെല്ലാം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നൈഫാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 292 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കട്ടിംഗ് ബോർഡും സിസേഴ്സും കുറച്ച് മോശമാണ്. കട്ടിംഗ് ബോർഡ് നമുക്ക് സെർവ് ചെയ്യാനും പ്ലാറ്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം. ഇനി അടുത്ത കട്ടിംഗ് ബോർഡ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ. ഒറ്റ ഒരു വുഡൻ പീസിലല്ല ഈ ഒരു കട്ടിംഗ് ബോർഡ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, 3 പീസസ് വെച്ചിട്ടാണ് ഈ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വുഡൻ പീസിൻ്റെ ഇടയിലായിട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അത്രയ്ക്ക് നമുക്ക് ഹെൽത്തിന് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാനിതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം നമുക്ക് പ്ലാറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കട്ടിംഗ് ബോർഡ് നമുക്ക് പ്ലാറ്ററായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുഞ്ഞു കുഞ്ഞു ബൗൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഇതേ ബ്രാൻഡിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ടും ഡെക്കർ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നത്തെ പ്രൊഡക്റ്റ് പോലെ തന്നെ 3 പീസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം ആണ് കേട്ടോ, 188 റുപ്പീസാണ്. മെയിനായിട്ട് നമുക്കിത് പ്ലാറ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കട്ടിങ്ങിന് ഇത് ഞാൻ റെയറായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി നെക്സ്റ്റ് കട്ടിംഗ് ബോർഡ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന ബോർഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ മുറിക്കുന്ന സമയത്ത് എന്തായാലും ചെറിയ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചുറ്റും അതിൻ്റെ ജ്യൂസൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വലുത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിരിക്കും. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ബോർഡ് ഇതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പപ്പായ, തണ്ണിമത്തൻ ഇതൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പേസ് വേണം. അപ്പോഴും ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ സൈഡിൽ ഇതുപോലൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഒരു കട്ടിംഗ് ബോർഡ് വരുന്നത് ഇതാണ് കേട്ടോ. ഒരു റോ ഫിനിഷിൽ വരുന്നൊരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെയും ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2 പീസ് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ള ഒരു ഫ്രെയിം പോലെ കൊടുത്തിട്ടുള്ളതും പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിക്കാനും, അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഭംഗിക്കായിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 256 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ 5 കട്ടിംഗ് ബോർഡിൻ്റെ ക്വാളിറ്റി വെച്ച് ഞാൻ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ കട്ടിംഗ് ബോർഡ് ഞാൻ 5th പൊസിഷനാണ് കൊടുക്കുക. പിന്നെ 4th and 3rd ഞാൻ ഈക്വലി ഈ ഒരു റൗണ്ട് പ്ലാറ്ററിനും അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കുലർ കട്ടിംഗ് ബോർഡിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2nd പൊസിഷൻ ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡിനാണ് കൊടുക്കുക. 1st പൊസിഷൻ എന്തായാലും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിനാണ് കേട്ടോ കൊടുക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. ടാറ്റാ.